ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി കുഴക്കാതെ എങ്ങനെ പുട്ട് തയ്യാറാക്കാമെന്നാണ്. ഞാനൊന്ന് ചെമ്മീൻ വെച്ചിട്ടാണ് മസാലപ്പുട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞും ബെല്ലേക്കും പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ശരി, വീഡിയോയിലേക്ക് പോകട്ടോ. ആദ്യം തന്നെ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അജ്മീൻ്റെ പുട്ടുപൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായ പുട്ടാണിത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സാക്കിയ ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് തന്നെയാണ് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. രണ്ടും ഈക്വൽ അളവിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പുട്ട് നല്ലപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിരുന്നു ഇതുപോലെ ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് പൊടിയാണ് കിട്ടുന്നത്. ഇനി പുട്ടിൻ്റെ മാവ് അധികം ഒന്ന് കുഴച്ചെടുക്കുകയും വേണ്ട, മിക്സിയിൽ അടിച്ചെടുക്കുകയും വേണ്ട. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ നല്ലൊരു കിടിലൻ മാവാണിത്. ഇനി മാവ് വെച്ചിട്ട് പുട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ചേട്ടപ്പുട്ടിൻ്റെ കുറ്റി എടുത്തിട്ടുള്ളത്. ആദ്യം ചില്ലിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ടെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള അരിയും കൂടി ചേർത്ത് കൊടുക്കാം. പുട്ടിന് മാവ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം കുറച്ചും കൂടി തേങ്ങയിട്ട് കൊടുക്കാം. ഞാനിവിടെ 2-3 വിധത്തിലാണ് കാണിച്ചിരുന്നത്. ഇനി അടുത്ത പുട്ട് തയ്യാറാക്കുന്നത് മസാല വെച്ചിട്ടാണ്. ചെമ്മീൻ മസാല തയ്യാറാക്കിയിട്ടുള്ളത്. നേരത്തെ ചെയ്തതുപോലെ ചില്ലിൻ്റെ മേൽ കുറച്ച് തേങ്ങയിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മാവിട്ട് കൊടുക്കാം. ആ കുറ്റിയുടെ പകുതി മാത്രം വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ചെമ്മീൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി മസാല എല്ലാ ഭാഗത്തും കൂടി വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തെ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിൻ്റെ മീതെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മൂന്നാമത്തെ പുട്ടും കൂടി കാണിച്ചു തരാം. ആദ്യം ചില്ലിൻ്റെ മുകളിൽ തേങ്ങയിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ക്യാരറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് പുട്ടിൻ്റെ മാവ് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ക്യാരറ്റും കൂടി ഇട്ട് കുറച്ചും തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഫില്ലിങ് ചെയ്തെടുക്കാം. ഇനി 3 പേർക്കും തയ്യാറാക്കുന്ന പുട്ടിന് ആവി കയറ്റി വെക്കാം. അതിനുവേണ്ടി കുക്കറിന് മുകളിലാണ് വെക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.